മോഡിഫിക്കേഷൻ ഇപ്പൊ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയൊക്കെ ട്രോളുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതിൽ ചില നിയമ കുരുക്കുകളൊക്കെ ഉണ്ട്. മോഡിഫിക്കേഷൻ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമൊക്കെയാണ്, പക്ഷേ ചില നിയമ കുരുക്കുകളുണ്ട്. അതൊന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ. നമ്മളെ ഇന്ത്യയിലാണെങ്കിൽ 3 തരത്തിലുള്ള ലിസ്റ്റ് ആണുള്ളത്. ഒന്ന് യൂണിയൻ ലിസ്റ്റ്, രണ്ടാമത് സ്റ്റേറ്റ് ലിസ്റ്റ്, മൂന്നാമത് കൺകറന്റ് ലിസ്റ്റ്. ഈ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ വെഹിക്കിളുമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. കൺകറന്റ് ലിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റിനും നമ്മുടെ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരേപോലെ അവകാശം അല്ലെങ്കിൽ നിയമം കൊണ്ടുവരാം എന്നുള്ളതാണ് കൺകറന്റ് ലിസ്റ്റ്. ഇവിടെ എന്തുകൊണ്ട് പെട്ടെന്ന് സ്റ്റേറ്റിന് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു നിയമം കൊണ്ടുവരാൻ കഴിയുന്നില്ല മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി കേന്ദ്രത്തിൽ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പ്രകാരം കേന്ദ്രത്തിനൊരു നിയമം ഉണ്ട്. ആൾറെഡി ആ നിയമം ഇരിക്കുമ്പോൾ ഇപ്രകാരം പുതിയൊരു നിയമം കൊണ്ടുവരാനായിട്ട് പറ്റില്ല. കാരണം അത് കേന്ദ്രത്തിനുള്ള നിയമമാണ്. ആ കേന്ദ്ര നിയമം 1988 മോട്ടോർ വെഹിക്കിൾ ആക്ടില് മോഡിഫിക്കേഷൻ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. മോഡിഫിക്കേഷൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് സംസ്ഥാന സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവന്ന് അതിനെതിരെയാക്കുന്നത്? നടക്കില്ല. അതിൽ പ്രസിഡന്റ് ഒരിക്കലും ഒപ്പുവെക്കത്തുമില്ല. ഇനി സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഇപ്രകാരം ഒരു നിയമം കൊണ്ടുവന്നതിന് ശേഷം അത് കേന്ദ്ര സർക്കാരിനോട് ചർച്ച ചെയ്ത് അതിൽ യാതൊരുവിധ അപാകതയും ഇല്ല എന്ന് കേന്ദ്ര സർക്കാരിനും കൂടെ ബോധ്യപ്പെട്ടാൽ നമുക്ക് ആ നിയമം എന്താണ് പോസിബിൾ ആണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇതിനെ കിടന്ന് പെട്ടെന്ന് വേണം അല്ലെങ്കിൽ എടുത്തടിച്ചണക്ക് വേണം എന്ന് പറയരുത്. നിയമം അറിഞ്ഞിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.